നമസ്കാരം. ആം, നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ അറിയാൻ കഴിയും, ദൈവം അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്നിത്യാദി കോൺസെപ്റ്റുകൾ, അതിൻ്റെ വില, അതിൻ്റെ മൂല്യം ഇപ്പോൾ അളക്കപ്പെടുന്നത് വേറൊരു രീതിയിലാണ്. ഒരു കാലഘട്ടത്തിൽ പരിപൂർണമായിട്ട് ഈ പറയുന്ന ഭാവനകളോട് വിധേയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇത് ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ 100-500 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമല്ല പറയുന്നത്. ഇന്നലെ എന്നോണം വരെ ഒരു നൂറ്റാണ്ട്, ഒരു അരനൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 3/4 നൂറ്റാണ്ട് മുൻപ് വരെ ഈശ്വരനാണ് സർവവും, ലോകത്തിൻ്റെ സർവാധികാരിക്കാർ, പ്രപഞ്ചത്തിൻ്റെ സർവാധികാരിക്കാർ. അതിൻ്റെ കീഴിൽ സൂര്യൻ്റെ രശ്മി, സൂര്യൻ ഈശ്വരനാണ്, ദൈവമാണ്. അതല്ലെങ്കിൽ മറ്റു മതക്കാർ പറയുന്ന വാക്കുകൾ യഹോവയാകട്ടെ അള്ളാഹു ആകട്ടെ എല്ലാം, അവിടെ സമ്പൂർണ്ണതയുണ്ട്. പിന്നെ സൂര്യൻ്റെ രശ്മികൾ മാത്രമാണ് ഇവിടെയുള്ള ജീവനുകൾ, നമ്മളൊക്കെ അടക്കമുള്ള ആൾക്കാർ. അങ്ങനെയായിരുന്നു കരുതി വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ പലപ്പോഴും ആരോ പറഞ്ഞ പോലെ കലികാലമല്ലേ എന്നൊക്കെ പറയുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യരുടെ ഭാവങ്ങൾ മാറുകയാണ്. അവരായിട്ട് തന്നെ സ്വയം കെട്ടിപ്പൊക്കുകയാണ്. കെട്ടിപ്പൊക്കി ഇനി ഈശ്വരനപ്പുറം പോയാൽ എന്താ കുഴപ്പം, ദൈവത്തിനപ്പുറം പോയാൽ എന്താ കുഴപ്പം? ഈ ഒരു ഭാവന അവരിൽ ഉരുത്തിരിയാൻ കാരണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈശ്വര വിശ്വാസമില്ലായ്മയാണ്. കാരണം കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഈ ലോകത്തിൽ ഈശ്വരൻ്റെ ലാഞ്ചന, അല്ല ഈശ്വര സ്പർശം, അല്ല ഈശ്വരൻ്റെ സാന്നിധ്യം അതനുഭവിക്കണമെങ്കിൽ നമുക്ക് മൂക്കുകൊണ്ട് മണപ്പിക്കാൻ പറ്റില്ല, ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, ഈ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയില്ല, സ്പർശിച്ചറിയാൻ കഴിയില്ല, രസിച്ചറിയാൻ കഴിയില്ല, കേട്ടറിയാൻ കഴിയില്ല. നമ്മളായിട്ട് തന്നെ നമ്മുടെ ഉൾഭാവങ്ങളെ പരിശുദ്ധമാക്കുന്ന സമയത്ത് പൊടി പിടിച്ച കണ്ണാടിയുണ്ട്. ഈ കണ്ണാടി സ്ഥലത്ത് വെച്ച് നമ്മൾ മുഖം നോക്കിയാൽ കാണില്ല. ആ കണ്ണാടി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഖം തെളിയും. അത്രയേ ഉള്ളൂ, അതിൽ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ അന്തരംഗത്തെ സംശുദ്ധീകരിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരനെ കണ്ടെത്താൻ കഴിയുക. ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം, ഭഗവാൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഭഗവാൻ, ഈ ഭഗവാൻ എന്നുള്ള നാമത്തിനോടൊപ്പം തന്നെ ദൈവം എന്ന നാമമുണ്ട്, ബ്രഹ്മം എന്ന് പറഞ്ഞ നാമമുണ്ട്. ഈശ്വരൻ, ദൈവം, ബ്രഹ്മം, അതുപോലെ ഭഗവാൻ, അങ്ങനെ വൈവിധ്യമാർന്ന നാമങ്ങളുണ്ട്. അത് ഒറ്റപ്പേര് മതിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കാം. ഭഗവാൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഈ ഭഗവാൻ അഥവാ ഈശ്വര സങ്കല്പം അതിനെ യോജിപ്പിച്ച് പറയുമ്പോൾ, അഥവാ ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറബി നാമമാണെന്ന് തോന്നുന്നുണ്ട് അള്ളാഹു, ദൈവം എന്ന് പറയുന്നത്, ഇലാഹ് എന്ന് പറയുന്നത്, അതെന്താണ് എന്നുള്ളത് ഇവിടുത്തെ സനാതനധർമ്മ വെർഷൻ വെച്ച് ആലോചിക്കുന്ന സമയത്ത് പദ്ധതി വളരെ രസകരമാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഷഡ്ഗുണ പരിപൂർണൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഈശ്വരൻ മറ്റൊന്നാണ്, ഷഡ്ഗുണ പരിപൂർണൻ മറ്റൊന്നാണ്. ദാറ്റ് മീൻസ് ഭഗവാൻ വേറെ, ഈശ്വരൻ വേറെ. ദൈവമോ അതിലും അപ്പുറത്ത് മറ്റൊന്ന്. ബ്രഹ്മം എന്ന് പറഞ്ഞാലോ അത് വേറെ. അതുകൊണ്ട് നമുക്ക് ഭഗവാൻ എന്താണെന്ന് ചിന്തിക്കാം. ആ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഭഗവാൻ ഹീ സിറ്റിംഗ് സംവെയർ എൽസ് ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. അതല്ല അവിടെ സത്യം.
ഭഗവാൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സംഭരിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് മുമ്പ് പറഞ്ഞത് ഷഡ്ഗുണ പരിപൂർണത്വം എന്ന് പറഞ്ഞു. ഷാഡ്ഗുണ്യം എന്ന് പറയും. 6 തരം ഗുണങ്ങൾ ആര് സമ്പാദിച്ചെടുക്കുന്നുവോ, അതിൻ്റെ പരിപൂർണത ആർക്ക് കൈവരുന്നുവോ അയാളെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കും. അപ്പം ദൈവം എന്ന് വിളിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മഹാപുരുഷന്മാരായിട്ടുള്ള ആൾക്ക്. ഒരു ഉദാഹരണത്തിന് നമുക്ക് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള മഹാത്മാഗാന്ധി എടുക്കാം. മഹാത്മാഗാന്ധി ഇപ്പോൾ അദ്ദേഹം ദിവംഗതനായി. പക്ഷെ ഇപ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് കയറി വരികയാണെന്ന് വെച്ചോളൂ. എന്തിനേറെ മഹാത്മജിയുടെ വേഷം ധരിച്ചിട്ടുള്ള ഒരു 10ാം ക്ലാസ്സുകാരൻ, ഞാൻ പഠിക്കുന്ന സമയത്താണ് കേട്ടോ, 10ാം ക്ലാസ്സുകാരൻ. അയാൾ തലയ്ക്ക് പപ്പടമൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി. അവിടെ ഒരു രാഘവ മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ മേക്കപ്പൊക്കെ ചെയ്ത് വൃത്തിയായി കയ്യിൽ വടിയും കൊടുത്ത് ഒരു താറുടിപ്പിച്ച് ഒരു വാച്ച് ഇവിടെ അരയിൽ കെട്ടിത്തൂക്കി ആ സ്റ്റേജിലേക്ക് വരികയാണ്. ആ സ്റ്റേജ് ഏതോ ഒരു പ്രോഗ്രാമിനാണ്. ആ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ മാഷുമാരെ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ വരുന്നതാരോ, വരുന്നതിൻ്റെ പേര് മാർക്കോസ് മറ്റുമാണ്. ദക്ഷിണ കേരളത്തിൽ നിന്ന് കുടിയേറി പാർത്ത് വന്നിട്ടുള്ളതാണ് അവർ. അപ്പോൾ ആ ഒരു ചിത്രം പോലും ജനമനസ്സുകളിൽ ഇളക്കം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയ്യോദയ മഹാത്മജി. അപ്പോൾ അവിടെ മഹാത്മജി കുറച്ചുകൂടെ മേലോട്ട് ഉയരുകയാണ്, ഭഗവത് സങ്കല്പത്തോട് അടുക്കുകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ള സങ്കല്പമാകുകയാണ്. എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? എന്താണ് അതിനുവേണ്ടി നമ്മൾ ഏത് രീതിയിലുള്ള പ്രയത്നമാണ് കാഴ്ചവെക്കേണ്ടത്? ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇന്നിപ്പോൾ നമ്മളുടെ വർത്തമാന കാലഘട്ടത്തിൽ പലയിടത്തും പലരും ഞാനാണ് ദൈവത്തിൻ്റെ ഒപ്പമുള്ളയാൾ, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവത്തിന് മേലെ എന്നാലും ദൈവത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തി കാണിക്കും കേട്ടോ. അതൊരു ട്രിക്കാണ്, ഒരു സൂത്രമാണ്. സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തി കാണിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് ഉച്ചരിക്കും. സ്വയം വലുതാക്കാൻ വേണ്ടിയിട്ട് വഴിയും മാർഗങ്ങളിൽ ഒരു സൂത്രം അതാണ് എന്ന് സാരം. അപ്പോൾ നമ്മളിവിടെ അത് ആ ഒരു കാര്യം കൂടി ബോധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഐശ്വര്യം, വീര്യം, കീർത്തി, ജ്ഞാനം, ശ്രീത്വം, വിരാഗത്വം എന്നീ 6 ഗുണങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിനാണ് ഭഗഗുണങ്ങളെന്ന് പറയുക. ഐശ്വര്യം, വീര്യം, കീർത്തി, ജ്ഞാനം, ശ്രീത്വം, വിരാഗത്വം, 6 ഗുണങ്ങൾ. ഈ 6 ഗുണങ്ങൾ എവിടെ സമ്മിളിതമാകുന്നുവോ, ഈ 6 ഗുണങ്ങൾ എവിടെയാണ് കൂടിച്ചേർന്ന് നിൽക്കുന്നത്, ആ കൂടിച്ചേർന്ന് നിൽക്കുന്ന സ്വരൂപത്തെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ, ഭഗവാൻ ശ്രീരാമൻ, ഇതെല്ലാം ഈ ഷഡ്ഗുണ്യം നേടിയെടുത്തവർ എന്ന് വേണം പറയാൻ, ഷഡ്ഗുണ പരിപൂർണർ എന്ന് വേണമെന്ന് പറയാൻ. അപ്പോൾ അവർ ദൈവം എന്ന് വിളിക്കാൻ പാടുണ്ടോ? പാടില്ല. ഈശ്വരൻ എന്ന് വിളിക്കാൻ പാടുണ്ടോ? പാടില്ല. അത് വേറൊന്നാണ്. ഈശ്വരന് വേറെ കോൺസെപ്റ്റാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും അവർക്ക് ഭഗവാനെ ഈശ്വരൻ എന്ന് വിളിക്കും, ഈശ്വരനെ ഭഗവാൻ എന്ന് വിളിക്കും, ഗോഡ് എന്ന് വിളിക്കും, ദൈവം എന്ന് വിളിക്കും, ബ്രഹ്മം എന്ന് വിളിക്കും. അതങ്ങനെ കൂടിക്കൊഴിഞ്ഞു പോയി. നമ്മൾ പറയുന്ന പ്രമാണമാണ്. ഐശ്വര്യം എന്താണ്, വീര്യം എന്താണ്, കീർത്തി എന്താണ്, ജ്ഞാനം എന്താണ്, ശ്രീത്വം എന്താണ്, വിരാഗത്വം എന്താണ്? ഇതിനെ വിശദീകരിച്ചാൽ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടും. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതൊരു തദ്ധിത പ്രയോഗമാണ്. ഈശ്വരത്വം എന്ന് വേണമെങ്കിൽ പറയാം. പൂർണിമ എന്നുള്ളതിന് പൗർണമി എന്ന് പറയുന്ന പോലെ നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. തദ്ധിത പ്രയോഗം നമ്മളത് കൂടുതൽ ഉപയോഗിക്കാറുണ്ടെന്നർത്ഥം. ഉത്തരേന്ത്യക്കാരങ്ങനെയല്ല. ഒരു പൂർണിമ എന്ന് പറയും, നമ്മൾ പൗർണമി എന്ന് പറയും. ഇതുപോലെ ഈശ്വരഭാവത്തെയാണ് നമ്മൾ ഐശ്വര്യം എന്ന് പറയുന്നത്. അഥവാ ഈശനഭാവത്തെയാണ് നമ്മൾ ഐശ്വര്യം എന്ന് പറയുന്നത്. ഈശനഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നല്ലതുകളെ നമ്മളിൽ സംരക്ഷിച്ചു നിൽക്കുന്നു, ഈശിക്കുന്നു. നമ്മളുടെ ആന്തരികവും ഭൗതികമായിട്ടുള്ള ഗുണഗണങ്ങളെ നശിപ്പിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിൽ നമ്മളതിനെ ശിക്ഷിക്കുന്നു. ഈ ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള കഴിവ് ആരിലുണ്ടോ അയാളാണ് ഈശനഭാവമുള്ളവൻ. ഈ ഈശ്വരഭാവം ആർക്കുണ്ടോ അയാളാണ് ഈശ്വരത്വ ഭാവമുള്ളവൻ അഥവാ ഐശ്വര്യവാൻ എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മൾ
ഈ നെല്ല് പണ്ട് അരിക്കകത്ത് കല്ലുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചേറി ഇത് അരി വേർതിരിക്കും, കല്ല് അതിൻ്റെ അടിയിൽ വരും, കല്ലെടുത്ത് നമ്മൾ കളയും. അങ്ങനെയാണ് ചെയ്യുക. വെള്ളത്തിലിട്ട് അരിക്കുന്ന സമ്പ്രദായവും പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കല്ലുള്ള അരിയൊന്നുമില്ല. ഇതുപോലെ നമ്മളെ തന്നെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തുണ്ടാവുന്നു, നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയും പറയും, ആ വഴിക്ക് പോകരുത് കേട്ടോ, അപകടമാണ്. അല്ലെങ്കിൽ അതെടുത്ത് കഴിക്കരുത് കേട്ടോ, അപകടമാണ്. അതല്ലെങ്കിൽ തീൻ്റെ അടുത്ത് ഈ കുട്ടിക്ക് ഇഴഞ്ഞ് പോകും. ചിലപ്പോൾ 6 മാസം 7 മാസം 8 മാസമൊക്കെ പ്രായമുള്ള കുട്ടികൾ, ഇങ്ങനെ മുട്ടുകാൽമേ കിടക്കാറായിട്ടുള്ള കുട്ടികൾ, കമ്മിന്ന് വീഴുന്ന കുട്ടികൾ ഇങ്ങനെ ഇഴഞ്ഞ് തീ കാണുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ്. അത് ചെന്ന് തൊടാൻ നോക്കും. അപ്പോൾ ഒരമ്മ എന്താ പറഞ്ഞതെന്ന് അറിയോ, അവൻ തൊടട്ടെ, അവൻ ഒരു പ്രാവശ്യം തൊട്ട പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അവൻ പഠിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് അനുഭവിച്ചറിയുക എന്ന് പറയും. ഓരോ കാര്യങ്ങളും അനുഭവിച്ചറിയുക. ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞാൽ ആ കുട്ടി അത് ഒന്ന് തൊടുമ്പോൾ അയ്യോ എന്നൊരു കരച്ചിൽ പാസ്സാക്കും, പിന്നെ അവൻ അടുക്കില്ല. പക്ഷെ മറ്റു പലരെന്ത് പറയും, അയ്യോ അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് ഊ എന്നങ്ങനെ പറയുക. അതിന് ഇംഗ്ലീഷുകാർ പോലെ എങ്ങനെ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, ഊ എന്ന്. അത് നമ്മളെ യൂ എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണത്. കൊച്ചുകുട്ടി വിളക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഊ എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതരുത്, ഇതാകാം, അതരുത്. അത് കുട്ടിയുടെ മനസ്സിൽ ഉറക്കും. പിന്നീടുള്ള ജീവന പദ്ധതിയിൽ നമ്മൾ പ്രായോഗികമാകുമ്പോൾ നമ്മളായിട്ട് സ്വയം, ഒരു കൂട്ടുകാരൻ പറയാം, വാടാ ഇന്ന് എൻ്റെ ചിലവ് വേണ്ട, അത്ര ഒരു ചിലവ് എനിക്ക് വേണ്ട, എൻ്റെ മാനവും പോവും, എൻ്റെ ധനവും പോവും, എൻ്റെ ആരോഗ്യം പോവും, അതിനല്ലേ നീ വിളിക്കുന്നത്, വേണ്ട, അത് നീ തന്നെ പോയിട്ട് കഴിച്ചാൽ മതി എന്ന് പറയുന്ന അവിടെ നമ്മൾ ഈശ്വരഭാവം ഉൾക്കൊള്ളുകയാണെന്നർത്ഥം. ഈശാനം, അത് ഈശ്വരഭാവം, ഈശിക്കുന്ന ഭാവം, അത് നമുക്ക് ദോഷം ചെയ്യും, അതുകൊണ്ട് വേണ്ട. മറ്റൊരു കാര്യമാണെങ്കിൽ നമുക്കിന്ന് പള്ളിയിലൊന്ന് പോകാം, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് പോകാം. തീർച്ചയായിട്ടും ഞാനും വരാം. ഞാൻ വീട്ടിൽ പോയിട്ട് തലയിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചാൽ ഓടി വരാം. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ രക്ഷിച്ചു നിർത്തുന്നു. ഇതിനെയാണ് നമ്മൾ ഈശിക്കുന്ന ഭാവം, അതിനെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്, ഈശ്വരഭാവം എന്ന് പറയുന്നത്. വീര്യം, രണ്ടാമത്തെ കാര്യമാണ് വീര്യം എന്ന് പറയുന്നത്. വീര്യം എന്ന് പറഞ്ഞാൽ എന്നെ തല്ലിയ ഞാനും തല്ലും, അങ്ങനൊരു വീര്യമുണ്ട്. അടക്കം വയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നർത്ഥം. എന്നെ തല്ലിയ ഞാനും തല്ലും, അവർക്കൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ വീര്യം കാണിക്കേണ്ടത് ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ടായാലും എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഞാൻ എന്നെ നഷ്ടപ്പെടാതെ നോക്കുന്നു, എൻ്റെ എത്തിക്സ് ആൻഡ് വാല്യൂസ് നഷ്ടപ്പെടാതെ നോക്കുന്നു. എനിക്ക് മൂല്യങ്ങൾ, എത്തിക്സ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, ദെൻ വി ഹാവ് എക്സിസ്റ്റൻസ് ഓൾസോ. എക്സിസ്റ്റൻസ് ഉണ്ടാകാൻ, നിലനിൽപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഗുണഗണങ്ങൾ ഇല്ലാതാക്കിയാൽ മതി. മറ്റുള്ളവർ കൊണ്ട് ബാങ്കിൽ അവർ അധ്വാനം കൊണ്ട് ബാങ്കിലിട്ടുണ്ടാവും, ആ ബാങ്ക് നമ്മൾ ഒരു ദിവസം കുത്തി കവർത്താൽ പൈസ എടുത്താലും നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാകും. ഇപ്പോൾ എത്രയോ ആളുകൾ ആ വിധത്തിൽ മറ്റുള്ളവരെ, ഒരാൾ ഒളിവിൽ പോയിട്ട് 10-40 വർഷമായി ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പിടികിട്ടാ പുള്ളി പ്രശസ്തനാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? അദ്ദേഹത്തെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് തുക കരകതാക്കാൻ വേണ്ടി മറ്റൊരാളെ ഇല്ലാതാക്കി. അതുകൊണ്ട് അത് പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തി ഇന്ന് വലിയ മനുഷ്യനായിട്ട് നാട്ടുകാർക്ക് ഉപകാരിയായിട്ട് അദ്ദേഹം അവിടെ വാണരുളിയേനെ. വാസ്തവത്തിൽ അവിടെ അദ്ദേഹത്തിന് കിട്ടുന്ന എക്സിസ്റ്റൻസാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ഒരാളെ നശിപ്പിച്ച്, സർക്കാരുകളെ കബളിപ്പിച്ചുണ്ടാക്കിയവനല്ലേ ഞാൻ. ഉള്ളിലിരുന്നുള്ള കുത്തുണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. പുറത്തുനിന്ന് ഒരു ആന വന്നാലും തീപ്പന്തം കാണിച്ചാൽ മതി, പക്ഷെ ഉള്ളിലിരുന്നുള്ളൊരു കുത്ത്, അത് നമുക്കതിനെ തടയാൻ കഴിയുക. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിസ്റ്റൻസ് അതെങ്ങനെയും ഉണ്ടാക്കാം, പക്ഷേ എത്തിക്സ് ആൻഡ് വാല്യൂസ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ. ആ എത്തിക്സ് ആൻഡ് വാല്യൂസ് ഉണ്ടാക്കാൻ പുറപ്പെടുന്ന സമയത്ത് നമുക്കൊരുപാട് കടമ്പകൾ വരും. സത്യമായിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് രസിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രിയമായിട്ട് പറയണം, ഹിതമായിട്ട് പറയരുത്. പഠിച്ചില്ലെങ്കിൽ അടി കിട്ടും, അവിടെ പഠിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമല്ല. മോൻ പഠിക്കും മോനെ, പഠിച്ചിട്ട് മോന് വലിയ ആളാവണ്ടേ എന്നൊക്കെ അമ്മ പറയുമ്പോൾ അവന് ഇഷ്ടമാണ്. അപ്പോൾ ഏതൊരു കാര്യം പ്രിയമായിട്ട് പറഞ്ഞാൽ ഇഷ്ടമാണ്. അഥവാ പ്രിയതരമായിട്ടുള്ള കാര്യങ്ങളെ പറയാവൂ. കുട്ടികൾക്ക് ഇഷ്ടം പ്രിയതരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതേ പറയാവൂ. പഠിക്കാൻ പറഞ്ഞത് ഇഷ്ടമല്ല. ഐസ്ക്രീം വാങ്ങിച്ചു പറഞ്ഞ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പഠിപ്പാൻ നഷ്ടപ്പെട്ട് പോകും. അപ്പോൾ ഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഞാൻ പലപ്പോഴും ഗീതാജ്ഞാന യജ്ഞവേദിയിൽ പ്രിയമല്ലാത്ത ഹിതമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്.
അതുകൊണ്ട് പലർക്കും ഇഷ്ടമല്ല. അതേ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ലീലകൾ, ഈശ്വരൻ്റെ ലീലകൾ, പൂതന, മോക്ഷം, ഇങ്ങനെ ആളുകളായിട്ട് ഇങ്ങനെ രസിപ്പിച്ച് നിർത്തുകയാണ് ഭാഗവത പാരായണക്കാരൊക്കെ അതാ ചെയ്യുന്നത്. അതൊക്കെ വലിയ ഇഷ്ടമാണ്. വേദാന്തം ഹിന്ദു സമൂഹത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു, പരിപൂർണമായിട്ട് വിട്ടുപോയി കഴിഞ്ഞു. ഉപനിഷത്ത് ഹിന്ദു സമൂഹത്തിന് ആർക്കും അറിയില്ല. ഗീത ഹിന്ദു സമൂഹത്തിന് ആർക്കും അറിയില്ല. പലരും ഗീത പറയുന്നുണ്ട്, ഗീത കഥകളാണ് പറയുന്നത്. ഗീത ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഭാഗവതത്തിലെ കഥകളാണ് പറയുന്നത്, തത്വങ്ങളല്ല പറയുന്നത്. ഭാഗവതത്തിലും തത്വങ്ങളൊക്കെ എടുക്കുന്നത് അഹമേവാസമേ വാഗ്ലേന അന്യജത്ത് സത്പരം പശ്ചാത്തഗമ്യതേതച്ച യോപശിഷ്യേത സോസ്മ്യകം ഹൃദയത്തം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാതാത്മനോ മായാം യഥാഭാസോ യഥാർത്ഥമഹ യഥാ മഹാന്ത്യഭൂതാനി ഭൂതേഷു വച്ചോവചേഷുനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാത്തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസ്വനാത്മക അന്വയബെതിരേകാഭ്യം യസ്യാ സർവത്ര സർവദാ എന്ന് പറയുന്ന ഭാഗവത 4 ശ്ലോകങ്ങൾ അനുസരിച്ചില്ല. അതിനുശേഷമുള്ള കഥകൾ ചെല്ലുന്നതാണ് ഇഷ്ടം, കേൾക്കുന്നവർക്ക് അതാണ് ഇഷ്ടം. കാരണം എന്താണ്? കഷായം കുടിക്കുന്നത് ഇഷ്ടമല്ലോ. രോഗമുണ്ട്, കഷായം കുടിക്കില്ല. ഇതാണ്. പഞ്ചസാര വെള്ളം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, തേനിൽ ചാലിച്ചിട്ട് പഴത്തിനുള്ളിലോ നിറച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഗുഡപ്രച്ഛന്ന കടുകൗഷധ കൽപ്പമായിട്ട് കൊടുക്കണം എന്നർത്ഥം. ഗുഡത്തിൽ പൊതിഞ്ഞ് കടുത്ത ഔഷധം, പഴത്തിൽ പൊതിഞ്ഞ്, അതിൽ ശർക്കര ചാലിച്ച്, അതിൽ പാലിൽ ചാലിച്ച്, അതിൽ നെയ്യിൽ ചാലിച്ച്, അല്ല മറ്റേ ഹണി അതിൽ തേനിൽ ചാലിച്ച് കൊടുക്കാതൊക്കെ വേണം, അതിൻ്റെ പേരിലാണ്. പക്ഷേ ഹണി മാത്രമായാലോ, അതിനകത്ത് മരുന്നില്ലെങ്കിലോ? എനിവേ, എത്ര പ്രകോപനമുണ്ടായാലും എത്ര പ്രലോഭനമുണ്ടായാലും സത്യത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവസാന നിമിഷം വരെ സത്യത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവസാന നിമിഷം വരെ തൻ്റെ ബോധ്യത്തെ മുറുകെ പിടിക്കുന്ന ഒരാൾ, തൻ്റെ നിലപാടുകളും തെന്നിപ്പോകാത്ത ഒരാൾ, തൻ്റെ നിലപാട് തൻ്റെ എക്സിസ്റ്റൻസിന്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, തൻ്റെ നിലപാട് തൻ്റെ എക്സിസ്റ്റൻസ്, ധാരാളം പണം വരുന്നുണ്ട്, എങ്ങനെയാണ്? കള്ളത്തരത്തിലൂടെയാണ്. ആ നിലപാട് തന്നെ കാത്തു സൂക്ഷിക്കുന്നു. രഹസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉൽപ്പാദനം ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊണ്ടു കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് അപകടം ഉണ്ടാകും, കൂട്ടമരണങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മുടെ കാര്യം നടയുന്നുണ്ടല്ലോ, എക്സിസ്റ്റൻസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ തൻ്റെ നിലപാടുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതല്ലാത്ത ആൾക്കാരുണ്ട്, തൻ്റെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് അപകടത്തിലായാലും സത്യത്തിൻ്റെ പുറകിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ വീര്യവാന്മാരെന്ന് പറയുക, അവരാണ് വീരമുള്ളവർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വീര്യമെന്ന് പറയുന്നത്. കീർത്തി പലതരത്തിൽ കീർത്തിയുണ്ട്. വീരപ്പന് കീർത്തിയുണ്ട്, ഫൂലാൻ ദേവിക്ക് കീർത്തിയുണ്ട്, മഹാത്മജിയെ കൊന്ന നാഥുറാം ഗോസയ്ക്ക് കീർത്തിയുണ്ട്, മഹാത്മജിക്കുണ്ട് കീർത്തി. ഈ 2 കീർത്തിയും 2 തരത്തിലാണെന്ന് മാത്രം. ഒന്ന് സത്കീർത്തിയാണ്, മറ്റൊന്ന് ദുഷ്കീർത്തിയാണ്. തൻ്റെ ചെയ്തികൾ അദ്വേഷ്ട സർവഭൂതാനാം മൈത്രക്കരുണയേവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ആ പറയുന്ന കാര്യങ്ങൾ ഈശ്വരനെ പ്രാപിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അദ്വേഷ്ട സർവഭൂതാനാം, സർവഭൂതങ്ങളിലൂടെയും രതി അതിൽ ഉൾക്കൊള്ളുന്നു, സുഖത്തിൽ. അദ്വേഷ്ട സർവഭൂതാനാം, അവരുടെ സന്തോഷത്തിൽ, സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രതി ഉൾക്കൊള്ളുന്നവൻ, അതിനോടൊന്നും ദ്വേഷം ഇല്ലാത്തവൻ. അദ്വേഷ്ട സർവഭൂതനം, മൈത്രി, മിത്രഭാവം, കരുണ, കാരുണ്യഭാവം എന്നിത്യാദി കാര്യങ്ങൾ. ആ കാര്യങ്ങളിലൂടെ സമ്പാദിച്ചെടുക്കുന്ന കീർത്തി, അതാണ് പറയുന്നത്. അല്ലാതെ നാട്ടുകൂട്ടം, നാട്ടിലെ ചട്ടമ്പി, അയാളെല്ലാവരും അറിയും. അയാൾ വഴിക്കൂടം പോലെ ഇയാളുണ്ടല്ലോ 10 ആളെ അടിച്ചിട്ടുള്ളതാണ്, 2 ആളെ കൊന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കോടതിയിൽ ഒരാൾ വന്നിട്ട് ഇന്നലെ വധശിക്ഷയ്ക്ക് അർഹനായി, ചെന്താമര. അയാൾക്കൊണ്ട് കീർത്തി. ഇവിടെയുള്ള ഇന്നിപ്പോൾ അയാളുടെ നാട്ടിൽ പോയിട്ട് ഇയാളുടെ വീട് അന്വേഷിച്ച് എല്ലാവരും പറഞ്ഞു തരും. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് വീട് ചിലപ്പോൾ ആരും അറിഞ്ഞൊന്നും വരില്ല. അങ്ങനെ കീർത്തിയുണ്ട്. അതിന് ദുഷ്കീർത്തി എന്ന് പറയുക. നല്ല കാര്യങ്ങളിലൂടെ തൻ്റെ ചുറ്റുപാടുകളെ സ്നേഹിക്കുന്നു. ചുറ്റുപാടുന്ന മനുഷ്യന്മാരെ മാത്രമല്ല, ചെടികളെയും വൃക്ഷങ്ങളെയും പറവകളെയും പൂമ്പാറ്റുകളെയും എല്ലാം സ്നേഹിക്കുന്നു. വീടിൻ്റെ മുകളിൽ വെള്ളത്തിൽ തൊട്ടി വയ്ക്കുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അരിമണികൾ വയ്ക്കുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പഴം വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവർ പോയിട്ട് ചായ കുടിക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ പലരും എനിക്കറിയാം. അപ്പോൾ ആ രീതിയിൽ തൻ്റെ സഹജീവികളോട്, ഈ ലോകത്തോട് തന്നെ ആരാണോ സ്നേഹം വെച്ച് പുലർത്തുന്നത്, അതിനെ കരുണ വെച്ച് പുലർത്തുന്നത്, അതിനെ മിത്രഭാവം വെച്ച് പുലർത്തുന്നത്, അതിലൂടെ നേടിയെടുക്കുന്ന ഒരു നല്ല ഭാവത്തെയാണ് നമ്മൾ ഇവിടെ കീർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഐശ്വര്യമായി, വീര്യമായി, കീർത്തിയായി, ജ്ഞാനം. നമ്മൾ പറയാറുണ്ട്, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ആ വിദ്യ അക്കാഡമിക് വിദ്യ അല്ല കേട്ടോ.
ഈശ്വരനെ അറിയാനുള്ള വിദ്യ, പരിപൂർണതയെ അറിയാനുള്ള വിദ്യ, ആ പരിപൂർണ ദൈവസങ്കല്പത്തെ നമ്മളിലേക്ക് ആവാഹിക്കാനുള്ള വിദ്യ, ആ ജ്ഞാനമാണ് പറയുന്നത്. ആ ജ്ഞാനം കണ്ണുകൊണ്ട്, അല്ലെങ്കിൽ പരാഞ്ചിക്കാനി വിതര സ്വയംഭൂഹു സ്മാത് പരാങ് പശ്യനാന്തരാത്മൻ കശ്യദ്ധീര പ്രത്യേക ആത്മാനമൈക്ഷത് ആവർത്ത ചക്ഷുരമൃതത്വമിച്ചൻ. അവിടെ കണ്ണുകൾ അടച്ചിട്ടാണ് കാണുന്നത്, അവിടെ ചെവികൾ അടച്ചാൽ നമുക്ക് കേൾക്കാം, അവിടെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘ്രാണശക്തിയിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. കാരണം അത് ആന്തരികമായിട്ടുള്ളൊരു കാര്യമാണത്. തപസ് കൊണ്ട് നേടിയെടുക്കുക എന്ന് പറയും. ഈശ്വരനെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം എന്നുള്ള അറിവ്, ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിന് ഒരാധാരമുണ്ടല്ലോ. കാരണം എന്താണ്? ഈ ലോകം, ഈ കാണാനും കേൾക്കാനും അനുഭവിക്കാനുള്ള ലോകം ഒരു ചെടി, അത് വിത്താകുന്നു, വിത്തിടുന്നു, അത് പൊട്ടിമുളച്ച് വളരുന്നു, 6 അടി 8 അടി 9 അടി ഉയരുന്നു, പ്ലാവാണി വളരെ വലുതായിട്ട് ഉയരുന്നു, ഒരു സുപ്രഭാതത്തിൽ വീണു പോകുന്നു. എവിടെന്നാണ് ഉണ്ടാകുന്നത്? എവിടേക്കാണ് വീണു പോകുന്നത്? അതിൻ്റെ നിലനിൽപ്പ് എന്തിൻ്റെ ആധാരത്തിലാണ്? ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ, കസ്ത്വം കോഹം കുത ആയാതഹ, എവിടെന്നാണ് വരുന്നത്? ഫ്രം വെയർ? നമ്മൾ എവിടെന്നാണ് കയറി ഇവിടെ വന്നത്? എന്തിനാ? ഫോർ വാട്ട് പർപ്പസ്? എന്തിനാണ് ഇവിടെ നമ്മൾ കയറി വന്നത്? ഇതെല്ലാം കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ എന്നും പറഞ്ഞ് നമ്മളിവിടെ മലർന്നടിച്ച് കിടക്കും. ആര് വന്ന് ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലും നമ്മൾ നമസ്കാരം പറയില്ല, അവിടെ കഴിക്കുമെല്ലാം. നമ്മളെ കൊണ്ട് കുഴിച്ചിടും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ദഹിപ്പിച്ച് കളയും. നമ്മളെവിടേക്കാണ് പോകുന്നത്? എവിടെന്നാണ് വന്നത്? എന്തിനാണ് വന്നത്? എവിടേക്കാണ് പോകുന്നത്? മാറി 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 മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ മാറാത്ത ആധാരം എന്താണ്? ഇല്ലാത്തൊന്ന് ഉണ്ടാവില്ല, ഉള്ളത് പല രൂപത്തിൽ കാണാൻ കഴിയുന്നു മാത്രം. ഉള്ളത്, ആത്യന്തികമായിട്ടുള്ളത്, ഈ കാണുന്ന ലോകത്തിന് മാറ്റം വന്നാലും, ഈ കാണുന്ന ലോകത്തിൽ ഓരോന്നോരോന്ന് നശിച്ച് വിടർന്നു വരുമ്പോഴും അതിനൊരു മാറ്റമില്ല. അതിനെക്കുറിച്ച് അറിയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ജ്ഞാനമെന്ന് പറയുന്നത്. സാധാരണക്കാർ പറയും ഈശ്വരനെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയാറുണ്ട്. അതിനെയാണ് ഇവിടെ സമ്പൂർണ്ണ ജ്ഞാനം എന്ന് പറയുന്നത്. ശ്രീത്വം, നമ്മളെ ശ്രീ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ പെൺകുട്ടികളെയും കാണാം. ഇവിടെ ഈ ചുണ്ടത്ത് ഇപ്പോൾ ഒരു ചുവന്ന ചായ അടിക്കുന്നത് കാണാം, ചുവപ്പ് ചായ, ഇപ്പോൾ കറുപ്പ് ചായ അടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവരുടെ ഡ്രസ്സിങ്ങിൽ കാണിക്കുന്ന ഗംഭീരത്വങ്ങൾ, അതിന് ഫേസിൽ പുട്ടി അടിച്ചിട്ടുണ്ടാകുന്ന ഗംഭീരത്വങ്ങൾ, ഇതൊക്കെ നമുക്കൊരാൾ കയറി വരുന്ന സമയത്ത് നമുക്ക് പറയാം, വീണ്ടും മുമ്പിൽ കൂടെ ഒരാൾ നടന്നു പോവുക. കുറേ സ്ത്രീകൾ അവിടെ ഇരിക്കുന്നുണ്ട്, റോട്ടിൽ കൂടെ ഒരാൾ നടന്നു പോകണം. ഒരു 6 അടി 2 ഇഞ്ച് ഉയരം, നമ്മളുടെ മമ്മൂട്ടിയുടെ പോലെ ഒരാൾ, നല്ല ആരോഗ്യദൃഢഗാത്രൻ, അതായത് എന്തെന്തെല്ലാം ഗുണങ്ങൾ ഒരാൾക്ക് കൊടുക്കാം അതൊക്കെ ഉണ്ടോ. നല്ല ചുരുണ്ട മുടി, നല്ല നീലക്കണ്ണുകൾ, നല്ല നീണ്ട മൂക്കുകൾ, അങ്ങനെ പലതും, പ്രേംനസീറിൻ്റെ മുഖം അങ്ങനെ എനിക്ക് പറയാം. അങ്ങനെ ഒരാളങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, എന്തൊരു ശ്രീയാണല്ലേ എന്ന്. ആ സ്ത്രീകളിൽ ആരോ പറഞ്ഞു. അവരവിടെ നിന്നിട്ട് ഇങ്ങനെ കുറുകുറുക്കലോ വഴികൂടെ പോകുന്ന ആൾക്കാരെ കുറിച്ചൊരു നല്ലതും കുറ്റം പറയലാണല്ലോ പലപ്പോഴും സ്ത്രീകളുടെ. ഇപ്പോൾ പിന്നെ ടി വിയുടെ മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലാണ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരിയാട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്രേംനസീറിൻ്റെ മുഖം പോലെയാണ്, വേറെ മമ്മൂട്ടിയുടെ ശബ്ദം പോലെ. അയാൾ ആരോടോ സംസാരിക്കുമ്പോൾ കേട്ടില്ല, എന്തൊരു ശബ്ദം എന്തൊക്കെ പറഞ്ഞ് പോയെത്തി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരവിടെ തന്നെ ഇരിക്കുക. അയാൾ വരിക, ആടി വരികയാണ്. അയാളുടെ മുഖഭാവത്തിന് വ്യത്യാസം വന്നിട്ടില്ല, ഉയരത്തിന് വ്യത്യാസം വന്നിട്ടില്ല, ശബ്ദത്തിന് വ്യത്യാസം വന്നിട്ടില്ല, മൂക്ക് ചെറുതായി പോയിട്ടില്ല. പക്ഷേ എന്താ പറഞ്ഞത്? വൃത്തികെട്ടവൻ, അശ്രീകരം. മുമ്പ് എന്താ പറഞ്ഞത്? ശ്രീകരം. അത് അയാളുടെ ശരീരത്തെ നോക്കിയിട്ടാണ് പറഞ്ഞത്, ബാഹ്യമായിട്ടുള്ള രൂപത്തെ നോക്കിയിട്ടാണ് പറഞ്ഞത്. തിരിച്ചു വരുന്ന സമയത്ത് എന്താ പറഞ്ഞത്? അയാളുടെ ആന്തരിക ഭാവം. അയ്യേ, ഇങ്ങനത്തെ ആളാണോ? മദ്യപിച്ച് ആടി അസഭ്യവും പറഞ്ഞു. അപ്പോൾ എന്തായി? അയാൾ അശ്രീകരമായി മാറി. അപ്പോൾ മുമ്പ് പറഞ്ഞ ശ്രീത്വം, ആന്തരികമായിട്ടുള്ള ശ്രീത്വം, ആന്തരികവും ബാഹ്യമായിട്ടുള്ള ശ്രീത്വം, അത് ബാഹ്യമായിട്ട് മാത്രം പോരാ. ബാഹ്യമായിട്ട് ശ്രീത്വമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ലോകത്തിൽ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്. ഇവരൊക്കെ എന്താ സുന്ദരപുരുഷന്മാരായിരുന്നു. നമ്മൾ പിന്നെ അവരോധിക്കുകയാണ് അവരെ സുന്ദരം എന്ന് പറഞ്ഞിട്ട്. അവരുടെയും ഗംഭീരത്വം വാസ്തവത്തിൽ ആന്തരികമായിരുന്നു അവരുടെ ഗംഭീരത്വം. അതിനെയാണ് നമ്മൾ ശ്രീത്വം എന്ന് പറയുന്നത്. വിരാഗത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തോടുള്ള വിരാഗം ഉണ്ടാക്കലല്ല, എനിക്ക് ഈ ലോകത്തെ ഇഷ്ടമില്ല എന്ന് പറയുന്നതല്ല, എനിക്ക് പരലോകം മാത്രം മതി, എനിക്ക് ഈ ലോകത്തോട് പുച്ഛമാണ്, എനിക്ക് ഈ ലോകത്തോട് പരിഹാസമാണ്, ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഞാൻ കൊതിക്കുന്നില്ല. വിരാഗത്വം അതല്ല. ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ലോകം, അത്
നമുക്കെല്ലാം ആവാഹിച്ചെടുക്കാൻ കഴിയും. വലിയ വലിയ ആൾക്കാരാണെങ്കിൽ കോടികൾ ഉണ്ടാക്കും. അവർക്ക് സഞ്ചരിക്കാൻ നമുക്ക് സൈക്കിളാണെങ്കിൽ അവർക്ക് ഹെലികോപ്റ്റർ ഉണ്ടായിരിക്കും, അവർക്ക് ജെറ്റ് വിമാനമൊക്കെ ഉണ്ടായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ അത്രയും ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ബാങ്കിൽ 500 കോടി രൂപയുണ്ട്, അല്ലെങ്കിൽ 5000 കോടി രൂപയുണ്ട്. ഇലോൺ മസ്കിന് എൻ്റെ ലക്ഷക്കണക്കിന് കോടി രൂപയുണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എപ്പോഴാണത്? ഒരു അപ്പോയിൻറ്റഡ് ടൈമിൽ കറക്റ്റായിട്ട് ഹി വിൽ കം, വീടിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടും. ഹി വിൽ കം വിത്ത് ഹിസ് ഫേമസ് റോപ്പ്. ആ കയറുമായിട്ടാണ് വരിക, പോത്തിൻ്റെ പുറത്ത് വന്ന് അവിടെ മുട്ടുന്ന സമയത്ത് നമ്മൾ വാല് തുറക്കും, എന്തേ പോവാം. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ, അയ്യോ ഇപ്പോഴോ ഞാൻ അവിടെ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിരിക്കുക, അത് നഷ്ടമായിട്ട് പോവില്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അപ്പോൾ ആ സമയത്ത് പോയേ മതിയാകും. ഈ ലോകത്തുള്ള ആരും ഒരു 150 വർഷം മുമ്പ് ഇവിടെ പറന്നു വീണ ഒരാളും ഈ ഭൂമണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ ലോകം ഭരിച്ച എത്രയോ ആൾക്കാരുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, ശ്രീബുദ്ധനുണ്ട്, അതുപോലെ തന്നെ പ്രവാചകനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ശ്രീരാമനുണ്ട്, ബുദ്ധനുണ്ട്, മറ്റേ എബ്രഹാം ലിങ്കനുണ്ട്, നമ്മളുടെ മഹാത്മജിയുണ്ട്. ഇവരൊക്കെ അവിടെ എല്ലാവരും പോയി. അവരെ പതിപ്പിച്ച മുദ്രകൾ മാത്രമേ അവിടെയുള്ളൂ. അതിൻ്റെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകം, നമ്മുടെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം അടക്കം എല്ലാം തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായിട്ട് മാറും എന്നുള്ള അറിവിൻ്റെ പേരിൽ ഇതോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു. ഇപ്പം നല്ല ആരോഗ്യമുണ്ട്, നല്ല ശബ്ദമുണ്ട്, ഓടാനും ചാടാനുള്ള ശേഷിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതിന്നുണ്ട്, നാളെ ഇതില്ലാതായിട്ട് മാറും. കയ്യിലൊരു വടി വരും, കുറച്ച് കഴിയുമ്പോൾ തോളത്ത് കൈയിടാൻ വേണ്ടി നമ്മുടെ മോനെ കൊണ്ടിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാദണ്ഡം തതപിനമുഞ്ചത്യാശാപിണ്ഡം. പറഞ്ഞു വരുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. അംഗമൊക്കെ പ്രത്യേകമൊക്കെ വീണും മുടിയൊക്കെ നരച്ചു, ചിലർക്ക് കഷണ്ടിയായി, കണ്ണ് കാണാൻ വയ്യ, കൈ ഉയർത്താൻ വയ്യ, നടക്കാൻ വയ്യ. ആ ഒരു സാഹചര്യം എനിക്കും വരും, നിങ്ങൾക്കും വരും, ഏത് സൂപ്പർ സ്റ്റാറിനും വരും എന്നുള്ള ആ ഒരു അറിവ് എപ്പോഴും നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഇന്ന് ഞാൻ ഇങ്ങനെയാണ്, നാളെ ആ വഴി കൂടെ ഒരാൾ കൂനിക്കൂടി പോകണം കണ്ടില്ലേ, ഞാൻ നാളെ അതുപോലെയാകും. ആ സമയത്തുണ്ടാകുന്ന ഈ ലോകത്തോടുണ്ടാകുന്ന ഒരു സ്നേഹം, ഒരു രാഗമുണ്ടല്ലോ, രാഗം, അതൊന്ന് കുറഞ്ഞു കിട്ടുമെന്നർത്ഥം. നമ്മൾ അനാഥ മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലേക്കും മുമ്പ് നമുക്ക് കുറേ വിവരം നമുക്ക് കിട്ടും. അതിലൂടെ നമുക്ക് ഈ ലോകത്തോടുള്ള, ഈ ലോക ജീവനത്തോടുള്ള ആ പ്രതിപത്തി, അടക്കാൻ വയ്യാത്ത നമ്മളുടെ ആ ആഗ്രഹം, ഒരു ഇൻസാഷ്യബിൾ തേസ്റ്റ്, അതൊന്ന് കുറഞ്ഞു കിട്ടും. ഇതിനെയാണ് നമ്മൾ വിരാഗത്വം എന്ന് പറയുക. ഈ 6 ഗുണങ്ങൾ, ഐശ്വര്യം, വീര്യം, കീർത്തി, ജ്ഞാനം, ശ്രീത്വം, വിരാഗത്വം എന്ന് പറയുന്ന ഷഡ്ഗുണങ്ങളിൽ ആരാണ് പരിപൂർണൻ? അയാളെയാണ് ഭഗഗുണ പരിപൂർണനായവൻ അഥവാ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതൊന്നുമില്ലാതെയും ഭഗവാനാകാം. 10 പേരെ ചുറ്റും നിർത്തിയിട്ട് കയ്യിൽ ഇടത്താളം കൊടുത്തിട്ട് ഇങ്ങനെ കൊട്ടിയാൽ മതി, ഞങ്ങളുടെ ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കുറേ ആൾക്കാർ അങ്ങനെ പറയും. കാരണം എന്താണെന്ന് അറിയാമോ? അവർക്ക് ആർക്കും ചോദിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെയാണ് ഭഗവാനായത്. ഐശ്വര്യം കാണുന്നില്ലല്ലോ, വീര്യം കാണുന്നില്ലല്ലോ, കീർത്തി കാണുന്നില്ലല്ലോ, ജ്ഞാനം ഒട്ടുമില്ലല്ലോ എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. 10 ആളുണ്ടെങ്കിൽ 11ാമനെ നടുവിൽ നിർത്തി തൊപ്പിയും കിരീടവും വെച്ച് അവൻ തന്നെ ഞങ്ങളുടെ ഭഗവാൻ എന്ന് പറഞ്ഞ് അത് ഏറ്റുവാങ്ങാൻ ആൾക്കാരുണ്ടാവുന്നത് എങ്ങനെയാണ്? അറിവില്ലായ്മ കൊണ്ട്. അതേ സമയത്ത് നമ്മളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ, ബൈബിളാകട്ടെ, വിശുദ്ധ ഖുർആനാകട്ടെ, ഹോളി ബൈബിളാകട്ടെ, ഉപനിഷത്തുകളാകട്ടെ, അതിലെല്ലാം ഈ സത്യസങ്കേതത്തിലേക്ക് നമ്മളെ കയറ്റിവിടാനുള്ള എല്ലാ വിധത്തിലുള്ള അടവുകളും അവർ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ കുട ചൂടിക്കഴിഞ്ഞാൽ സൂര്യനെ നമ്മളെ സ്പർശിക്കാൻ പറ്റില്ല. വീടിനകത്ത് കയറി കഴിഞ്ഞാൽ സൂര്യനെ നമ്മളെ സ്പർശിക്കാൻ പറ്റില്ല. ഇതുപോലെ സൂര്യ തേജസ്സോടെ പ്രമാണങ്ങളിങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ മുമ്പിലേക്ക് പോകണം. നമ്മുടെ കണ്ണുകൾ പൊത്തിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രഭ പിന്നെ നമുക്ക് കിട്ടുന്നില്ല, വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല. സൂര്യൻ്റെ പ്രഭയിൽ നമുക്ക് ഈ പ്രപഞ്ചത്തെ കാണാം. പക്ഷെ നമ്മൾ കണ്ണടച്ചാലോ? ആയതുകൊണ്ട് പ്രമാണങ്ങളുടെ മുമ്പിൽ കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ വിഡ്ഢികളാകുന്നു. പ്രാമാണികരായിട്ടുള്ള ആളുകൾക്ക് അല്പസ്വല്പം വികടത്വമുണ്ടെങ്കിൽ നമ്മളെ അവർ വിഡ്ഢികളാക്കി മാറ്റുകയും ചെയ്യുന്നു. നമസ്കാരം.